നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് കർണനു കിട്ടിയ ഒരു ശാപത്തിൻ്റെ കഥയാണ്. ഹസ്തിനാപുരിയിൽ കൗരവന്മാരെയും പാണ്ഡവന്മാരെയും ദ്രോണാചാര്യർ ആയുധവിദ്യ പഠിപ്പിക്കുന്ന കാലം. അവരോടൊപ്പം അസ്ത്രവിദ്യ പഠിക്കാൻ കൊതിച്ച് സൂതപുത്രനായ കർണനും ദ്രോണരുടെ ശിഷ്യനായി ചേർന്നു. എല്ലാ കാര്യങ്ങളിലും കർണൻ അർജുനനോടൊപ്പമായിരുന്നു. അർജുനനോട് കൂടുതൽ വാത്സല്യമുള്ള ദ്രോണർ അർജുനന് ബ്രഹ്മാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ കർണൻ തനിക്കും ആ ബ്രഹ്മാസ്ത്രവിദ്യ ഉപദേശിച്ചു തരണമെന്ന് ദ്രോണരോട് അപേക്ഷിച്ചു. പക്ഷേ ദ്രോണർ പറഞ്ഞു, നീ ക്ഷത്രിയനല്ലല്ലോ. ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും മാത്രമേ ബ്രഹ്മാസ്ത്രവിദ്യ പഠിക്കാൻ പാടുള്ളൂ. അത് കേട്ടപ്പോ ഒട്ടും നിരാശനാകാതെ കർണൻ ആ അത്യപൂർവമായ വിദ്യ പഠിക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചു. മഹേന്ദ്രഗിരിയിൽ താമസിക്കുന്ന പരശുരാമൻ ബ്രാഹ്മണ ബാലന്മാരെ ആയുധവിദ്യ ശീലിപ്പിക്കുന്നുണ്ടെന്ന് കർണൻ അറിഞ്ഞു. വൈകാതെ കർണൻ ഒരു ബ്രാഹ്മണ ബാലന്റെ വേഷത്തിൽ പരശുരാമനെ ചെന്ന് കണ്ടു. താൻ പരശുരാമന്റെ സ്വന്തം കുലമായ ഭൃഗുവംശത്തിൽ ജനിച്ച ബ്രാഹ്മണ ബാലനാണെന്നും തന്നെയും അസ്ത്രാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നും അങ്ങട് അപേക്ഷിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ കർണനെ പരശുരാമൻ ഇഷ്ടായി. അദ്ദേഹം അതുവരെ മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതിരുന്ന പല വിദ്യകളും കർണനെ അങ്ങട് പഠിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ആശ്രമത്തിനടുത്ത് വില്ലും അമ്പുമെടുത്ത് തന്നെത്താൻ അങ്ങട് പരിശീലിച്ചു കൊണ്ടിരുന്ന ആ കർണൻ മാനാണെന്ന് കരുതി ഒരു മഹർഷിയുടെ പശുവിനെ അമ്പെയ്തു കൊന്നു. അതറിഞ്ഞ മഹർഷി കർണനെ അങ്ങട് ശപിച്ചു. നീ ഏതെങ്കിലും ഒരു കാലത്ത് നീ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ശത്രുവിനോട് പോരിന് നിൽക്കുമ്പോ നിന്റെ തേരിന്റെ ചക്രങ്ങൾ ഭൂമിയിൽ താണുപോവും. ആ സമയത്ത് ശത്രു നിന്നെ കൊന്നുകളയുകയും ചെയ്യും എന്നായിരുന്നു ആ ശാപം. പക്ഷേ കർണൻ ശാപമോക്ഷത്തിന് യാചിച്ചുവെങ്കിലും മഹർഷി ഒട്ടും കനിഞ്ഞില്ല. പക്ഷേ പരശുരാമൻ അതൊന്നും അറിഞ്ഞില്ല. മിടുക്കനായ ശിഷ്യനോട് വാത്സല്യം തോന്നിയ അദ്ദേഹം കർണന് ബ്രഹ്മാസ്ത്രവിദ്യ അങ്ങട് ഉപദേശിച്ചു. ഒരു ദിവസം ആശ്രമത്തിന്റെ ഇറയത്ത് കർണന്റെ മടിയിൽ തല വച്ച് പരശുരാമൻ കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഒരു വലിയ വണ്ട് എവിടെ നിന്നോ പറന്നെത്തി കർണന്റെ തുട തന്റെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് ആ വണ്ട് അങ്ങട് തുളച്ചു തുടങ്ങി. കർണന് സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ടായെങ്കിലും ഗുരുവിന്റെ ഉറക്കത്തിന് തടസ്സം വരരുത് എന്ന് കരുതി കർണൻ ആ വേദന അങ്ങട് സഹിച്ചുകൊണ്ടേയിരുന്നു. വണ്ട് തുളച്ച് തുളച്ച് കയറിയപ്പോ കർണന്റെ തുടയിലെ മുറിവിൽ നിന്ന് ചോര ധാരയായി ഒഴുകാൻ തുടങ്ങി. ആ ചോര പരശുരാമന്റെ ദേഹം അങ്ങട് നനച്ചു. അദ്ദേഹം പെട്ടെന്ന് ചാടി ഉണർന്നു. ഏയ്, എന്താ പറ്റിയേ ഭാർഗവകുമാര എന്ന് പരശുരാമൻ ചോദിച്ചു. ഉടനെ കർണൻ ആ വണ്ടിനെ കാണിച്ചു കൊടുത്തു. പരശുരാമൻ നോക്കിയ ഉടൻ വണ്ട് ചത്തുവീണ് രാക്ഷസന്റെ രൂപമെടുത്തു. ദംശൻ എന്ന രാക്ഷസനായിരുന്നു അവൻ. പണ്ട് ഭൃഗമുനിയുടെ ഭാര്യയെ കട്ടുകൊണ്ടു പോകാൻ ശ്രമിച്ച അവൻ മുനിശാപം മൂലം വണ്ടായി തീർന്നതായിരുന്നു. അങ്ങനെ ആ ശാപമോക്ഷം കിട്ടിയ ദംശൻ പരശുരാമന്റെ അനുഗ്രഹവും വാങ്ങി അവിടെ നിന്ന് പോയ ഉടനെ തന്നെ പരശുരാമൻ കർണനോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നീ ആരാണ്? ഇത്ര കടുത്ത വേദന സഹിക്കാനുള്ള കഴിവ് എന്തായാലും ബ്രാഹ്മണർക്കില്ല.
ക്ഷത്രിയർക്കേ അത് സാധ്യാവൂ. സത്യം പറയൂ, നീ ആരാണ്? ഇത് കേട്ട ഉടനെ കർണൻ പരശുരാമന്റെ കാൽക്കൽ അങ്ങട് വീണു. ഞാൻ സൂതനായ അധിരഥന്റെയും രാധയുടെയും മകനായ കർണനാണ്. ഞാൻ ബ്രഹ്മാസ്ത്രവിദ്യ അഭ്യസിക്കാനാണ് ഞാൻ കളവ് പറഞ്ഞ് അങ്ങയുടെ ശിഷ്യനായത്. എന്നോട് ക്ഷമിക്കണം എന്നു പറഞ്ഞു. അത് കേട്ടപാടെ പരശുരാമൻ കോപം സഹിക്കാനാകാതെ കർണനെ അങ്ങട് ശപിച്ചു. ഹേ വഞ്ചക, നിന്റെ ശത്രുവിനോട് പോരിന് നിൽക്കുമ്പോ നിനക്ക് ഞാൻ പഠിപ്പിച്ച ആയുധവിദ്യകളൊന്നും ഓർമ്മ വരാതാകട്ടെ എന്നായിരുന്നു പരശുരാമനിൽ നിന്ന് കർണന് കിട്ടിയ ആ ശാപം. വളരെ കുറ്റബോധത്തോടെ തല കുനിച്ചിരുന്ന കർണനോട് സഹതാപം തോന്നി പരശുരാമൻ ഇങ്ങനെയും പറഞ്ഞു. എന്താ പറഞ്ഞേ? അത് നിന്നെപ്പോലെ വീരനും യോഗ്യനുമായ മറ്റൊരു ക്ഷത്രിയനുണ്ടാവില്ലെന്ന് ഗുരുവെന്ന നിലയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്നു പറഞ്ഞു. അങ്ങനെ പരശുരാമന്റെ ശാപവും അനുഗ്രഹവും വാങ്ങി സന്തോഷമില്ലാതെ കർണൻ ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തി. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് പോരാടുന്ന നേരത്ത് കർണന് ആ മഹർഷിയുടെയും പരശുരാമന്റെയും ശാപങ്ങൾ ഫലിക്കുക തന്നെ ചെയ്തു. ഇതാണ് കർണന് കിട്ടിയ പ്രധാനപ്പെട്ട ശാപം. ഈ കഥയും എന്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.